ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇന്ത്യയിൽ പലയിടത്തും അതിരുകടക്കുന്ന കാഴ്ച നാം കാണാറുള്ളതാണ്. നല്ലതു വരാൻ സ്വന്തം മക്കളെ വരെ കുരുതി കൊടുക്കുന്ന മാതാപിതാക്കൾ ജീവിക്കുന്നതും ഈ ഇന്ത്യയിലാണ്. അത്രയേറെ ദുരാചാരങ്ങൾ കൊണ്ട് മുങ്ങിപ്പോയി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും. ഇപ്പോഴിതാ സ്വന്തം നാവറുത്ത് വഴിപാടായി നൽകിയ വാർത്തയാണ് പുറത്തു വരുന്നത്. ഛത്തീസ്ഗഡിലെ ശക്തി ജില്ലയിൽ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ നാവാണ് അറുത്തത്. ശിവന് വഴിപാടായിട്ടാണ് വിദ്യാർത്ഥിനിയുടെ നാവ് അറുത്തതെന്നാണ് റിപ്പോർട്ട്. ദേവർഘട്ടയിലെ ആചാരിപാലി ഗ്രാമത്തിൽ നിന്നുള്ള 16-കാരിയായ വിദ്യാർത്ഥിനിയാണ് നാവറുത്ത് ശിവന് സമർപ്പിച്ചത്. പെൺകുട്ടി ധ്യാനത്തിനായി ക്ഷേത്രത്തിനുള്ളിൽ കയറി കവാടം അടച്ചിരുന്നതായും പറയുന്നുണ്ട്. സംഭവ സ്ഥലത്തെത്തിയ പോലീസുകാരെ ഗ്രാമവാസികൾ ക്ഷേത്രത്തിനകത്ത് കയറാൻ അനുവദിച്ചില്ല. തിങ്കളാഴ്ച രാവിലെയോടെയാണ് വിദ്യാർത്ഥിനിയുടെ നാവ് മുറിച്ച് വീടിന് സമീപത്തെ ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ചത്. വിദ്യാർത്ഥിനി ഒരു കുറിപ്പും എഴുതിയിരുന്നു. സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ പോലീസ് ഉടനെ സ്ഥലത്തെത്തിയെങ്കിലും നാനാഭാഗത്തു നിന്ന് എത്തിയ ഗ്രാമവാസികൾ ക്ഷേത്രം വളഞ്ഞു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് സംഭവ സ്ഥലത്തുണ്ടായ ആളുകളെ ചോദ്യം ചെയ്യുകയാണ്. സാങ്കേതികമായി പലതും മാറിയിട്ടും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കൊന്നും ഇന്നും ഒരു കുറവുമില്ല. രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിൽ അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കുമെതിരെ നിയമം നിലനിൽക്കുന്നുണ്ട്. 1999 മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നു തുടങ്ങിയെങ്കിലും അതൊക്കെ കാറ്റിൽ പറത്തിയാണ് പല സംസ്ഥാനങ്ങളിലും ഇത്തരം കാര്യങ്ങൾ അരങ്ങേറുന്നത്. നിയമങ്ങൾ കാര്യക്ഷമമല്ലെന്നാണ് പൊതുവിലെയുള്ള ആക്ഷേപം. നിയമം മൂലമുള്ള നിരോധനം മാത്രം പോരാ അന്ധവിശ്വാസം തടയാൻ എന്ന് വ്യക്തം. മാറേണ്ടത് ആളുകളുടെ സമീപനമാണ്, ചിന്താഗതിയാണ്. ദുർമന്ത്രവാദത്തിന് തടയിട്ട് നിയമം നിർമ്മിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് ബീഹാർ. 1999-ലായിരുന്നു ഇത്. പിന്നാലെ ഝാർഖണ്ഡിലും നിയമം മൂലം നിരോധനം വന്നു. എന്നാൽ അതിനുശേഷവും നിരവധി സംഭവങ്ങളാണ് ഝാർഖണ്ഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2005-ലാണ് ഛത്തീസ്ഗഡിൽ സമാന നിയമം നിലവിൽ വന്നത്. ദുർമന്ത്രവാദം വഴി ശാരീരികമായോ മാനസികമായോ പീഡിപ്പിച്ചാൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. 2013-ൽ ഒഡീഷയിലും നിയമം പ്രാബല്യത്തിൽ വന്നു. ആഭിചാര ക്രിയകളുടെയോ ദുർമന്ത്രവാദത്തിന്റെയോ പേരിൽ പീഡിപ്പിച്ചാൽ 1 മുതൽ 3 വർഷം വരെ ശിക്ഷ ലഭിക്കും വിധത്തിലാണ് ഒഡീഷയിലെ നിയമം. എന്നാൽ നിരോധനം വന്നിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഒഡീഷയിലും നിരവധി സംഭവങ്ങൾ പിന്നീടും ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും വികസിച്ച 21-ാം നൂറ്റാണ്ടിലും അനാചാരങ്ങൾക്ക് യാതൊരു കുറവുമില്ലെന്നാണ് ഒരു കേസ് പരിഗണിക്കവേ കഴിഞ്ഞ വർഷം ഒഡീഷ ഹൈക്കോടതി പറഞ്ഞത്. 2013 ഡിസംബർ 18-നാണ് മഹാരാഷ്ട്ര അന്ധവിശ്വാസങ്ങൾക്കെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയത്. സംസ്ഥാനത്ത് പലയിടത്തും നരബലിയും മറ്റും വർദ്ധിച്ച സാഹചര്യത്തിലാണ് ദുർമന്ത്രവാദം, ആഭിചാര ക്രിയകൾ, നരബലി എന്നിവ നിരോധിച്ച് മഹാരാഷ്ട്ര നിയമം നിർമ്മിച്ചത്. ഡോക്ടർ നരേന്ദ്ര ദാഭോൽക്കറുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ബോധവൽക്കരണ പ്രക്ഷോഭങ്ങൾക്ക് വെളിച്ചം കണ്ടതു പക്ഷേ അദ്ദേഹത്തിന്റെ മരണശേഷമായിരുന്നു. 18 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് നിയമം പാസ്സായത്. 6 മാസം മുതൽ 7 വർഷം വരെ തടവും 5000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴയും ചുമത്താനാണ് നിയമം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. 2013-ൽ കർണാടകയും 2015-ൽ രാജസ്ഥാനും ഈ നിയമം പാസാക്കി. ആഭിചാരം, മന്ത്രവാദം, മതത്തിന്റെ പേരിൽ മൃഗങ്ങളെയോ മനുഷ്യരെയോ അപകടപ്പെടുത്തൽ എന്നിവയ്ക്കൊക്കെ കർണാടകയിൽ നിരോധനം വന്നു. നരബലി, സ്ത്രീകളെ നഗ്നരാക്കൽ, അമാനുഷിക ശക്തികളുടെ സഹായത്തോടെ എന്ന പേരിൽ ലൈംഗിക ചൂഷണം എന്നിവയ്ക്കെതിരെയും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അന്ധവിശ്വാസങ്ങൾക്കെതിരായ അസമിലെ നിയമം കുറച്ചുകൂടെ കർക്കശമാണ്. വെള്ളപ്പൊക്കം, മലയിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെയോ കൃഷിനാശത്തിന്റെയോ ഗ്രാമത്തിലെ ആരുടെയെങ്കിലും മരണത്തിന്റെയോ പേരിൽ ആർക്കെങ്കിലുമെതിരെ തെറ്റായ പ്രചരണം നടത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്താൽ പോലും അവിടെ കേസെടുക്കാം. പ്രതിയുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്കും കടക്കാം. ദുരാചാരത്തിന്റെ മറവിൽ നടത്തുന്ന ആൾക്കൂട്ട ആക്രമണം, മുടി മുറിക്കുകയോ കത്തിക്കുകയോ ചെയ്താൽ അവയവങ്ങൾ ഛേദിക്കൽ, മൂർച്ചയുള്ള ആയുധം കൊണ്ട് പരിക്കേൽപ്പിക്കൽ, കല്ലെറിയൽ, കുത്തിപ്പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ എന്തും നിയമത്തിന്റെ കീഴിൽ ഗുരുതര കുറ്റം തന്നെയാണ്. എന്നിട്ട് പോലും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഒരു അറുതിയില്ല എന്നതാണ് സത്യം.